വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്ലിഫ് ഹൗസിലേക്ക് ആശമാർ നടത്തിയ മാർച്ചിൽ സംഘർഷം. മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ലെന്ന് ആശമാർ പ്രഖ്യാപിച്ചതോടെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ആശമാർ പിന്മാറാതെ വന്നതോടെ പോലീസ് മൈക്കും സൗണ്ട് സംവിധാനങ്ങളും പിടിച്ചെടുത്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് ലാത്തികൊണ്ട് കുത്തിയെന്നും ആശമാർ ആരോപിച്ചു. ക്ലിഫ് ഹൗസിന് മുന്നിലെ സമരം തുടരുമെന്ന് ആശമാർ പ്രഖ്യാപിച്ചു. മഴയിലും വെയിലിലും ചോരാത്ത സമരവീതിയിൽ നെഞ്ചുവിരിച്ച് പോലീസിന്റെ ജലപീരങ്കിയെ ആശമാർ നേരിട്ടു. 8 മാസക്കാലം എല്ലാ അവഗണനകളെയും അതിജീവിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്ത ആശമാർ ക്ലിഫ് ഹൗസിന് മുമ്പിൽ തീർത്തത് സമാനതകളില്ലാത്ത പ്രതിഷേധം. രാവിലെ 10 മണിയോടെ തുടങ്ങിയ പ്രതിഷേധം വൈകിട്ട് 5 മണി വരെ നീണ്ടുനിന്നു. ഇതിനിടയിൽ പലവട്ടം പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേർക്കുനേർ. 8.5 മാസമായി അവിടെ ഇരിക്കുന്ന ഇതുവരെ ഒരു മറുപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നില്ല. ഇങ്ങനെ തന്നെ തുടരും. ഞങ്ങളുടെ വിജയം കണ്ടെത്തുന്ന ഈ സമരം മുന്നോട്ട് ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും ഞങ്ങൾ ഈ സമരത്തിന് പിന്നോട്ട് പോകില്ല. 100 കണക്കിന് ആശമാരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ആശമാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമം നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. മുഖ്യമന്ത്രിയെ കാണാതെ മടങ്ങില്ലെന്ന് ആശമാർ നിലപാടെടുത്തു. ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്മേൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുക്കുമെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. അതിൽ ഒരു സമിതി വെച്ചിരുന്നല്ലോ. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ധനകാര്യ വകുപ്പിന് അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനകാര്യ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രതിഷേധത്തിന്റെ തുടർച്ചയെന്നോണം നാളെ ആശമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം.